ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് നടത്തിയ ആംബുലൻസ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. അപ്പൊ ഇതിന്റെ ഉത്തരങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യന്റെ GK പാർട്ട് നോക്കുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും അല്ല. ഇതിന്റെ ഒരു 90% ചോദ്യങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് കണക്റ്റഡ് ഫാക്ട്സിൽ നിന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ WC ബാനർജിയാണ്. ഓപ്ഷൻ ബി. രണ്ടാമത്തെ ചോദ്യം, സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ധാക്കയിലാണ്. ഓപ്ഷൻ സി, ധാക്ക. മൂന്നാമത്തെ ചോദ്യം, 1905 ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരായിരുന്നു? ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി കഴ്സൺ പ്രഭു. ഓപ്ഷൻ എ. നാലാമത്തെ ചോദ്യം, തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരെല്ലാം? 1. ബാലഗംഗാധര തിലക്, 2. ദാദാഭായ് നവറോജി, 3. ലാലാ ലജ്പത് റായ്, 4. ഗോപാലകൃഷ്ണ ഗോഖലെ. തീവ്ര ദേശീയതയുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരാണ് ബാലഗംഗാധര തിലകനും ലാലാ ലജ്പത് റായിയും. 1ഉം 3ഉം. ഓപ്ഷൻ സി, 1ഉം 3ഉം. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഓപ്ഷൻ ഡി, രാജാറാം മോഹൻ റോയ്. ആറാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓപ്ഷൻ എ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഇന്ത്യയുടെ ഭരണഘടനാ ദിനം നവംബർ 26 ആണ്. ഓപ്ഷൻ ഡി, നവംബർ 26. എട്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതേത്? ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്. തന്നിരിക്കുന്നതിൽ പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ബി. ബാക്കി 3ഉം ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ്. 9. താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏത്? എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം: 1. ഇന്ത്യ, 2. ബ്രിട്ടൻ, 3. ഇസ്രായേൽ, 4. അമേരിക്കൻ ഐക്യനാടുകൾ. ഇതില് ഇന്ത്യയും അമേരിക്കൻ ഐക്യനാടുകളുമാണ് എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം. 1ഉം 4ഉം. ഓപ്ഷൻ സി, 1ഉം 4ഉം. പത്താമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തതേത്? മൗലികാവകാശങ്ങളിൽ പെടാത്തത്. ഇതില് സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശമാണ്. ഓപ്ഷൻ ഡി. ബാക്കി 3ഉം മൗലിക അവകാശങ്ങളാണ്. 11ാമത്തെ ചോദ്യം, പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. ഓപ്ഷൻ ബി, കെ കേളപ്പൻ. 12ാമത്തെ ചോദ്യം, സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം. സമത്വ സമൂഹ സൃഷ്ടി എന്ന ലക്ഷ്യത്തോടെ അയിത്തോച്ചാടനം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറ്റിയ കേരളത്തിലെ പ്രക്ഷോഭം ഗുരുവായൂർ സത്യാഗ്രഹം. ഓപ്ഷൻ ഡി, ഗുരുവായൂർ സത്യാഗ്രഹം. 13ാമത്തെ ചോദ്യം നോക്കാം. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ എ, ശ്രീനാരായണ ഗുരു. 14. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ആര്? പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. ഓപ്ഷൻ ബി, ചട്ടമ്പി സ്വാമികൾ. 15ാമത്തെ ചോദ്യം, സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി. സുഭാഷ് ചന്ദ്രബോസിന്റെ സമരങ്ങളിൽ ആകൃഷ്ടനായി INA-യിൽ ചേർന്ന മലയാളി വക്കം അബ്ദുൽ ഖാദർ. ഓപ്ഷൻ ബി, വക്കം
അബ്ദുൽ ഖാദർ. 16ാമത്തെ ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതി. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. ഓപ്ഷൻ സി ഗഗൻയാൻ. 17 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം സ്പെയിൻ. ഓപ്ഷൻ എ സ്പെയിൻ. 18ാമത്തെ ചോദ്യം, സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഏത്? സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടി ഫോർവേഡ് ബ്ലോക്ക്. ഓപ്ഷൻ ഡി ഫോർവേഡ് ബ്ലോക്ക്. 19ാമത്തെ ചോദ്യം, മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ ഏത്? മലബാർ കലാപം ഉണ്ടാകുവാനുള്ള കാരണം അന്വേഷിക്കാൻ രൂപീകരിച്ച കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ. ഓപ്ഷൻ ബി വില്യം ലോഗൻ കമ്മീഷൻ. 20ാമത്തെ ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായി നിയമിച്ച കേരളീയൻ ആര്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന ദൗത്യം ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ സെക്രട്ടറിയായിട്ട് നിയമിച്ച കേരളീയൻ അഥവാ മലയാളിയാണ് വി പി മേനോൻ. ഓപ്ഷൻ ബി വി പി മേനോൻ. 21 ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് കാർഷിക മേഖലയ്ക്ക്. ഓപ്ഷൻ എ കാർഷിക മേഖല. 22ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ആര്? ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. 23 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് ആര്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത് ശക്തികാന്ത ദാസ്. ഓപ്ഷൻ ഡി ശക്തികാന്ത ദാസ്. 24 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഇതിൽ നിന്ന് നമുക്ക് അരുൺകുമാർ മിശ്ര എഴുതാം. ഓപ്ഷൻ എ എഴുതാം. 2024 ജൂലൈ 1 അരുൺകുമാർ മിശ്രയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. നിലവില് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ആക്ടിംഗ് ചെയർമാനാണുള്ളത്. നിലവിലെ ആക്ടിംഗ് ചെയർമാൻ വിജയഭാരതി സയാനിയാണ്. വിജയഭാരതി സയാനി. അരുൺകുമാർ മിശ്ര ജൂലൈ 1 സ്ഥാനമൊഴിഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 25 ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരകളിലാണ്? മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരകളിൽ. ഓപ്ഷൻ ഡി കാരക്കോറം. 26 ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി. 27ാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിട്ടുള്ളതിൽ കാവേരി നദിയുടെ പോഷക നദി ഏത്? കാവേരി നദിയുടെ പോഷക നദി കബനിയാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന കബനി നദി. ഓപ്ഷൻ ബി. 28ാമത്തെ ചോദ്യം, ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. ഓപ്ഷൻ എ റാഡ്ക്ലിഫ് രേഖ. 29 ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്ത്. ഓപ്ഷൻ ബി ഗുജറാത്ത്. 30 തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഓപ്ഷൻ ബി ആനമുടി. 31ാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞം. ഓപ്ഷൻ സി വിഴിഞ്ഞം. 32 പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ്. ഓപ്ഷൻ എ ചാലക്കുടി പുഴ. 33
കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. ഓപ്ഷൻ ബി പാമ്പാടും ചോല. 34. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ്. ഓപ്ഷൻ ബി എം ബി രാജേഷ്. 35. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായൽ. ഓപ്ഷൻ സി ശാസ്താംകോട്ടക്കായൽ. 36. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം. കണ്ടൽക്കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതമാണ് മംഗളവനം. എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മംഗളവനം. ഓപ്ഷൻ എ. 37. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ള ജില്ല ഇടുക്കി. ഓപ്ഷൻ സി ഇടുക്കി. 38. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹമായ വിമാനത്താവളം നെടുമ്പാശ്ശേരി. ഓപ്ഷൻ സി നെടുമ്പാശ്ശേരി. 39. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് മീനങ്ങാടി. ഓപ്ഷൻ എ മീനങ്ങാടി. 40. ക്വസ്റ്റ്യൻ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം. ഓപ്ഷൻ ഡി കേരളം. 41. 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെണ്ടുലം എന്ന കൃതി രചിച്ചത് ആര്? 2023 വയലാർ അവാർഡ് നേടിയ ജീവിതം ഒരു പെണ്ടുലം എന്ന കൃതി രചിച്ചത് ശ്രീകുമാരൻ തമ്പി. ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പി. 42. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി. ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. ഓപ്ഷൻ ഡി 2023 ജൂലൈ 14. 43. മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? മെയ് 17 കേരളത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏത് സംഘടനയുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? കുടുംബശ്രീ. ഓപ്ഷൻ എ കുടുംബശ്രീ ദിനമാണ് അല്ലെ മെയ് 17. 44. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം. യുനെസ്കോ സാഹിത്യ നഗര പദവിയുമായി ബന്ധപ്പെട്ട് ഈയിടെ വാർത്തകളിൽ വന്ന കേരളത്തിലെ നഗരം കോഴിക്കോട്. ഓപ്ഷൻ ബി കോഴിക്കോട്. 45. അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? അമേരിക്കയിലെ മൈക്രോൺ ടെക്നോളജി താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സെമി കണ്ടക്ടർ പ്ലാന്റ് നിർമ്മിക്കുന്നത്? ഗുജറാത്ത്. ഗുജറാത്തിലെ സാനന്ദിൽ. ഓപ്ഷൻ സി ഗുജറാത്ത്. 46. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന. 1. വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ കെ ശിവൻ. 2. പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേൽ. 3. വിക്ഷേപണ വാഹനം LV Mark 3. 4. വിക്ഷേപണ തീയതി ജൂലൈ 14, 2023. ശരിയായിട്ടുള്ളത് 2, 3, 4 ഓപ്ഷൻ ഡി. വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ എസ് സോമനാഥ് ആണ്, കെ ശിവൻ അല്ല, എസ് സോമനാഥ് ആണ്. 47. 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? 2016 ജൂൺ മാസത്തിൽ കേരള മുഖ്യമന്ത്രി
പിണറായി വിജയൻ. ഓപ്ഷൻ എ പിണറായി വിജയൻ. 2016 മെയ് 25 മുതലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 48ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ. താഴെ പറയുന്നവയിൽ പൊൻകുന്നം വർക്കിയുടെ ആത്മകഥ എന്റെ വഴിത്തിരിവ്. എന്റെ വഴിത്തിരിവ്. 49. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ. ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഒരു ഓവറിൽ 4 വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളർ മുഹമ്മദ് സിറാജ്. ഓപ്ഷൻ സി മുഹമ്മദ് സിറാജ്. 50. 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? 2023 ഇന്ത്യയിൽ നടന്ന G20 സമ്മേളനത്തിന്റെ ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത്. ഓപ്ഷൻ ഡി അമിതാഭ് കാന്ത്. 51. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആദം സ്മിത്ത്. ഓപ്ഷൻ എ ആദം സ്മിത്ത്. 52. 2023 നടന്ന ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 2023 ഏഷ്യൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് നോക്കേണ്ടത്. 1. ഇന്ത്യ നേടിയ മെഡലുകളുടെ ആകെ എണ്ണം 107. 2. ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിൽ. 3. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചു. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരി. 53. നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തിൽ വെച്ചാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്? യൂറിയ നിർമ്മിക്കപ്പെടുന്നത് കരളിൽ വെച്ചാണ്. ഓപ്ഷൻ എ കരൾ. 54. താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ക്വാഷിയോർക്കർ. ഓപ്ഷൻ ഡി ക്വാഷിയോർക്കർ. 55. ചുവടെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ നാഷണൽ പാർക്ക് ഏതാണ്? സൈലന്റ് വാലി. ഓപ്ഷൻ ബി സൈലന്റ് വാലി. 56. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം തെങ്ങ് ഏതാണ്? സങ്കര ഇനം തെങ്ങ് ലക്ഷഗംഗ. ഓപ്ഷൻ സി ലക്ഷഗംഗ. 57. 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? 2023 ലോക പരിസ്ഥിതി ദിന സന്ദേശം ഏത് മലിനീകരണത്തിനുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ടതാണ്? പ്ലാസ്റ്റിക് മലിനീകരണം. ഓപ്ഷൻ സി പ്ലാസ്റ്റിക് മലിനീകരണം. 58. രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? രക്തജന്യ രോഗങ്ങളായ ഹീമോഫീലിയ, അരിവാൾ രോഗം, തലാസീമിയ തുടങ്ങിയവയുടെ സമഗ്ര ചികിത്സ ഉറപ്പാക്കാൻ കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ആശാധാര. ഓപ്ഷൻ ഡി ആശാധാര. 59. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യകാർഷിക സംഘടന 2023 ഏത് വിളകളുടെ വർഷമായാണ് പ്രഖ്യാപിച്ചത്? ചെറുധാന്യങ്ങൾ. ഓപ്ഷൻ ബി ചെറുധാന്യങ്ങൾ. 60. വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? pH 5 ആയിട്ടുള്ളത്. ഓപ്ഷൻ സി. 61. ചുവടെ നൽകിയിട്ടുള്ള ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക. തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. 1. അലൂമിനിയം ബോക്സൈറ്റ്. 2. ഇരുമ്പ് ക്രയോലൈറ്റ്. 3. സിങ്ക് കലാമിൻ. 4. കോപ്പർ കുപ്രൈറ്റ്. ഇതില് തെറ്റായിട്ടുള്ളത് ഇരുമ്പ് ക്രയോലൈറ്റ് എന്നുള്ളതാണ്. രണ്ടാമത്തെയാണ് തെറ്റ്. ഓപ്ഷൻ ബി. ബാക്കി 3 ശരിയാണ്. 62. ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം എന്ത്? വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ഓപ്ഷൻ ഡി യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറും. 63.
ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. 1 ഇലക്ട്രോൺ ജെ തോംസൺ, 2 പ്രോട്ടോൺ ഹെൻറി മോസ്ലി, 3 ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്, 4 പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്. ശരിയായ ജോഡിയാണ് ചോദിച്ചേക്കുന്നത്. 1, 3, 4 ഇവിടെ ശരിയായിട്ടുള്ളത്. 1, 3, 4. ഓപ്ഷൻ ഡി. ഇലക്ട്രോൺ ജെ തോംസൺ, ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്, പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. 64ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം? സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായതാണ് ചോദിച്ചേക്കുന്നത്. 1 വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. 2 വസ്തുവിന്റെ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. 3 വസ്തുവിന്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു. ശരിയായിട്ടുള്ളത് 1ഉം 2ഉം പ്രസ്താവനകളാണ്. ഓപ്ഷൻ എ. 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. വസ്തുവിന്റെ യഥാർത്ഥ പ്രതിബിംബം രൂപപ്പെടുന്നു എന്നുള്ളത് തെറ്റാണ്. മിഥ്യ നിവർന്ന പ്രതിബിംബമാണ് രൂപപ്പെടുന്നത്. 65 ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണോപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചതെന്ന്? ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-നാണ്. ഓപ്ഷൻ സി. 2023 സെപ്റ്റംബർ 2. 66 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ ഏത് രാജ്യക്കാരനാണ്? 2023 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ജോൺ ഫോസെ നോർവേക്കാരനാണ്. ഓപ്ഷൻ സി. നോർവേ. 67 മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരാവയവം? മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് കരൾ. ഓപ്ഷൻ ഡി. 68 മലമ്പനിക്ക് കാരണമായ രോഗകാരി? മലമ്പനിക്ക് കാരണം പ്ലാസ്മോഡിയം. ഓപ്ഷൻ ബി. പ്ലാസ്മോഡിയം. 69 ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ? പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്തത് തന്നിരിക്കുന്നതിൽ CT സ്കാൻ. ബാക്കി 3ഉം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമായിട്ടുള്ളതാണ്. CT സ്കാൻ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമല്ലാത്ത സേവനം. 70 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം? ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ജൂൺ 7. ഓപ്ഷൻ സി. ജൂൺ 7. 71 കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം? കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ ആസ്ഥാനം തൃശൂർ. ഓപ്ഷൻ എ. തൃശൂർ. 72 താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തതേത്? തന്നിരിക്കുന്നതിൽ ജീവിതശൈലി രോഗമല്ലാത്തത് തൊണ്ടമുള്ള്. ഫാറ്റി ലിവർ, ഹൃദയാഘാതം, അമിത രക്തസമ്മർദ്ദം 3ഉം ജീവിതശൈലി രോഗങ്ങളാണ്. തൊണ്ടമുള്ള് ഇതിൽ പെടുന്നില്ല. 73 യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ? യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ സാർക്കോമ. ഓപ്ഷൻ എ. സാർക്കോമ. 74 സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്ന പദ്ധതി? നിരാമയ. ഓപ്ഷൻ സി. നിരാമയ. 75 കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത്? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നിലവിൽ വന്നത്? ഓപ്ഷൻ ഡി. 2008. 76 ബാക്ക് ടു ബേസിക് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? ബാക്ക് ടു ബേസിക് കൊറോണ വൈറസ്. ഓപ്ഷൻ ബി. കൊറോണ വൈറസ്. 77 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി? 2023 നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ച കേരള സർക്കാർ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്. ഓപ്ഷൻ എ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. 78 കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി? സശ്രദ്ധം. ഓപ്ഷൻ സി. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതി സശ്രദ്ധം. 79 ലോക ജന്തുരോഗ ദിനം?
ലോക ജന്തുരോഗ ദിനം ജൂലൈ 6. ഓപ്ഷൻ എ ജൂലൈ 6. 80. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി നിലവില് JP നഡ്ഡയാണ്. ഇതില് ശ്രീ മൻസുഖ് മാണ്ഡവ്യ ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ്. നിലവില് JP നഡ്ഡയാണ്. JP നഡ്ഡ. 81 മുതൽ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം. 0.99 എത്ര കൂട്ടിയാൽ 2 കിട്ടും? 0.99 1.01 കൂട്ടിയാൽ 2 കിട്ടും. 82. മാർച്ച് 1-ാം തീയതി തിങ്കളാഴ്ച ആയാൽ ആ മാസം എത്ര ചൊവ്വാഴ്ചകൾ കാണും? 5. ഓപ്ഷൻ സി 5. 83. അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദ്യം. 15 ആണ് ഉത്തരം. ഓപ്ഷൻ ഡി 15. 84. 25-ന് മുമ്പ് എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? 25-ന് മുമ്പ് 9 പ്രൈം നമ്പേഴ്സ് ആണുള്ളത്. ഓപ്ഷൻ ബി 9. 85. സ്ക്വയർ റൂട്ട് ഓഫ് 0.0049 എത്ര? 0.07 ആണ് ഉത്തരം. ഓപ്ഷൻ സി. 86. സെക്കൻഡിൽ 12.5 മീറ്റർ വേഗതയിൽ ഓടുന്ന 150 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 350 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയമെടുക്കും എന്നാണ് ചോദ്യം. ഇവിടെ കാണേണ്ടത് ടൈമാണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ ടൈം കിട്ടും. ഇവിടെ ഡിസ്റ്റൻസ് തീവണ്ടിയുടെ നീളവും പാലത്തിന്റെ നീളവും തമ്മിൽ ആഡ് ചെയ്യണം. 350 പ്ലസ് 150 500 ബൈ 12.5 എന്ന് വരും. ആൻസർ ഓപ്ഷൻ എ 40 എന്ന് ഉത്തരം കിട്ടും. 40 സെക്കൻഡ്. 87. മകളുടെ വയസ്സിന്റെ 3 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അമ്മയുടെ വയസ്സ് 51 ആണെങ്കിൽ മകളുടെ വയസ്സ് അപ്പൊ 3x ആണ് 51. അപ്പോ x എന്ന് പറയുന്നത് 17 കിട്ടും. ഓപ്ഷൻ ഡി. 88. എത്ര 8-1 ചേർന്നാലാണ് 2-1 ആകുന്നത്? 4. 8-1 × 4 ചെയ്താൽ 2-1 കിട്ടും. ഓപ്ഷൻ ഡി 4. 89. രണ്ട് സംഖ്യകളുടെ ലസാഗുവും ഉസാഖയും യഥാക്രമം 144, 24 എന്നിവയാണ്. സംഖ്യകളിൽ ഒരെണ്ണം 72 ആയാൽ രണ്ടാമത്തെ സംഖ്യയാണ് ചോദ്യം. രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് 48. ഓപ്ഷൻ ബി. ലസാഗു ഉസാഗ തമ്മിൽ ഗുണിക്കുമ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നത് a × b = LCM × HCF ആണ്. അത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴേക്കും 48 കിട്ടും. 90. 38, 45, 207, 389. കണ്ടെത്താനാണ്. 389 ആണ് ഒറ്റയാൻ. 389 പ്രൈം നമ്പർ ആണ്. 91. 6 മാങ്ങയുടെ വാങ്ങിയ വില 5 മാങ്ങയുടെ 5 മാങ്ങയുടെ വിറ്റ് വിലയ്ക്ക് തുല്യമാണെങ്കിൽ ലാഭം എത്ര? ഇവിടെ ലാഭമാണ് ചോദിച്ചേക്കുന്നത്. ലാഭം 1. 92ാമത്തെ ക്വസ്റ്റ്യൻ. 5 സംഖ്യയുടെ ശരാശരി 41. 35 എന്ന പുതിയൊരു സംഖ്യ കൂടി ആറാമതായി ചേർത്താൽ പുതിയ ശരാശരി 40. ഓപ്ഷൻ സി 40. 93. ഓപ്ഷൻ സി ആണ് ഉത്തരം. 48,501.2 എന്നുള്ളതാണ് ഉത്തരം. 94. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ക്രമത്തിൽ തുടർന്നാൽ 5ാമത്തെ ചിത്രത്തിലെ എത്ര വരകൾ കാണുമെന്നാണ് ചോദ്യം. 5ാമത്തെ ചിത്രത്തില് 16 വരകൾ ഉണ്ടാവും. ഓപ്ഷൻ ബി. 95. A, B, C, D, E എന്നിങ്ങനെ 5 കുട്ടികൾ ഒരു വരിയിൽ നിൽക്കുന്നു. ബിയുടെയും ഡിയുടെയും ഇടയിലാണ് A ഉള്ളത്. ഡിയുടെയും ഇയുടെയും ഇടയിലാണ് C ഉള്ളത്. ഏറ്റവും അറ്റത്തുള്ള കുട്ടികൾ ആരെല്ലാമായിരിക്കും എന്നാണ് ചോദ്യം. ബിയും ഇയും ആയിരിക്കും അറ്റത്ത് നിൽക്കുന്നത്. ഓപ്ഷൻ എ. 96. 15/18 = -30 എന്നാണ് ചോദ്യം. ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ 85 എന്ന് കിട്ടും. 25 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. 97. 5 കിലോ ഗോതമ്പിന് 91.5 രൂപയാകുമെങ്കിൽ 183 രൂപയ്ക്ക് എത്ര കിലോ ഗോതമ്പ് കിട്ടും എന്നാണ് ചോദ്യം. 10 കിലോ. 91.5 രൂപയുടെ ഇരട്ടിയാണ് 183. അപ്പോൾ 5 കിലോയുടെ ഇരട്ടി 10 കിലോ. പോർട്ട് മാസ് റൂൾ വെച്ച് ചെയ്യാനുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ 84 കിട്ടും. ഓപ്ഷൻ ഡി. 99.
6 ആളുകൾ ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. എന്നാൽ ഒരാൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നതാണ് ചോദ്യം. ഒരാൾക്ക് ചെയ്യാനായിട്ട് 60 ദിവസം വേണം. ഓപ്ഷൻ സി 60. 100 3/13 ഡിവൈഡഡ് ബൈ 4/26 ആണ്. വിൽക്രമം കൊണ്ട് ഗുണിക്കാം. ആൻസർ 3/2 എന്ന് കിട്ടും. ഓപ്ഷൻ എ. അപ്പോ 100 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.